വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ലേഖനമെഴുതാൻ കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞരെ സമീപിച്ചു എന്ന റിപ്പോർട്ട് പാർലമെന്റിൽ ഉന്നയിക്കാൻ കേരളത്തിൽ നിന്നുള്ള എംപിമാർ. വിഷയം രാജ്യസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് വി ശിവദാസൻ എംപി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാൻ കൂലി എഴുത്തുകാരെ തേടുന്നത് അപലപനീയമാണെന്ന് നോട്ടീസിൽ പറയുന്നു. ആദിൽ പാലോട് ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. ആദിൽ പാലോട്, ഏത് രീതിയിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനാണ് ആളുകളെ സമീപിച്ചതായി ഇപ്പോൾ വി ശിവദാസൻ ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്? വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലേഖനമെഴുതാൻ ശാസ്ത്രജ്ഞരെ PIB സമീപിച്ചു എന്നുള്ളതാണ് ആരോപണം. അങ്ങനെയാണ് വാർത്തയും വന്നത്. ഈ വാർത്തയെ തുടർന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു കേന്ദ്രത്തിനെതിരെ. ഇതിനെ തുടർന്ന് ഇതിന് പിന്നാലെ ഇപ്പോൾ വി ശിവദാസൻ MP രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. രാജ്യസഭാ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാൻ കൂലി എഴുത്തുകാരെ തേടുന്നത് അപലപനീയമാണ്. ഇത്തരം ശ്രമങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങളുടെ സാധുത ഇല്ലാതാക്കുന്നതാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. ഈ രാജ്യസഭയിലും ഈ വിഷയം ഉന്നയിക്കാനാണ് CPMന്റെ തീരുമാനം. സുജിയ. ഓക്കെ, ആദിൽ പാലോട്, ഇതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്താൻ കഴിയുമോ? അതായത് സമീപിച്ച ശാസ്ത്രജ്ഞരുടെ പേര്, വിവരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഈ നോട്ടീസിൽ പറയുന്നുണ്ടോ? ഈ നോട്ടീസിൽ അങ്ങനെയുള്ള വിവരങ്ങളില്ല. ഇങ്ങനെയൊരു വാർത്ത വന്നിട്ടുണ്ട്. ഈ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ആണ് കൂടുതൽ വിവരങ്ങൾ ഈ സഭാ നടപടികൾ നിർത്തിവെച്ചുള്ള ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രജ്ഞരെ അങ്ങനെയൊരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. കൂടുതൽ ശാസ്ത്രജ്ഞരെ, കേരളത്തിൻ്റെ നടപടികൾ, പരിസ്ഥിതിയുമായി സംബന്ധിച്ചെടുക്കുന്ന നടപടികളും സർക്കാരിൻ്റെ സ്വീകരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞരെ സമീപിച്ചു എന്നതാണ് വാർത്ത. ഈ വാർത്തയെ സംബന്ധിച്ചുള്ള ചർച്ച വേണമെന്നുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഈ നോട്ടീസിൽ പറയുന്നില്ല. സുജയ. വി ശിവദാസനുമായി സംസാരിച്ചിരുന്നോ അതിൽ? അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ, അതായത് ഒരു പാർലമെന്റിൽ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ നമ്മളോട്? ഇല്ല എങ്കിൽ അതുകൂടി അദ്ദേഹത്തോട് ചോദിക്കാം. അതിൽ ഉറപ്പായും അത് ചോദിക്കാവുന്നതാണ്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു വാർത്ത മാധ്യമത്തിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CPMൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നമ്മുടെയൊക്കെ മുന്നിൽ ഉള്ളത് ആ റിപ്പോർട്ട് മാത്രമാണ്. കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെ അന്വേഷിച്ച് കേന്ദ്രം നടന്നു, അല്ലെങ്കിൽ കേന്ദ്രം ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ലേഖനം എഴുതാൻ ശാസ്ത്രജ്ഞരെ സമീപിച്ചു എന്നുള്ളതാണ് വാർത്ത. വാർത്തയെ തുടർന്ന് ഇങ്ങനെ ചർച്ച സജീവമായിരിക്കെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. സുജിയ.